രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് റീഡ് ഓപ്പറേഷനാണ്. ക്രിയേഷൻ കഴിഞ്ഞു. റീഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടൈപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ വേരിയബിളിനെ കോൾ ചെയ്യുന്നു. എന്താണ് മൈ അണ്ടർസ്കോർ ലിസ്റ്റ്. അപ്പോൾ റീഡും കഴിഞ്ഞു, കാരണം നമുക്ക് ഡേറ്റ തിരിച്ച് കിട്ടി. ഞാനിത് നമ്മൾ നോക്കണം, ആവശ്യമില്ലല്ലോ, വെറുതെ വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം ലിസ്റ്റിൽ എന്തൊക്കെയാകാം, ലിസ്റ്റിൻ്റെ എലമെൻറ്റ്സ്, അതായത് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും, ഗ്രോസറി മാർക്കറ്റിൽ പോകാറുണ്ട്, സിനിമകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാറ്. ഇതൊക്കെയാണ് പറഞ്ഞ ലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സൈഡ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞത് മ്യൂട്ടബിൾ ആണ്. നിങ്ങൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ലിസ്റ്റ് ഈസ് മ്യൂട്ടബിൾ. മ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, എടുക്കാം, കളയാം, എന്തും ചെയ്യാം. പക്ഷേ ഓർഡേഡ് ആണെന്ന് അറിയില്ല. ഓർഡേഡ് ആണെന്ന് തോന്നുന്നു. ഓർഡേഡ് ആണ് ലിസ്റ്റ്. പറഞ്ഞ സ്റ്റാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്രധാനമായിട്ടും പറഞ്ഞ ലിസ്റ്റ്. സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിസ്റ്റ്. അപ്പം ലിസ്റ്റിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഞാനൊരു ചീറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ യൂസ് കേസസ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഞാനാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി സമയം കളയണ്ടല്ലോ. അപ്പോൾ ലിസ്റ്റിലേക്ക് എന്തൊക്കെയാകാം, വാട്ട് ക്യാൻ ബി ഇൻസൈഡ് ലിസ്റ്റ്, വാട്ട് ക്യാൻ ബി ഇൻസൈഡ് ലിസ്റ്റ്, എന്തൊക്കെയാവാം. സ്ട്രിങ് ഉണ്ടാകാം, എന്ന് വെച്ചാൽ ഓൾ പ്രിമിറ്റീവ്, അങ്ങനെ പറയുന്നുള്ളൂ ഞാൻ. ഓൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സും ലിസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ആകാം. കൂടാതെ എന്ത് ചെയ്യാം, മറ്റൊരു അനദർ ലിസ്റ്റും കൂടെ ആകാം, പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ലിസ്റ്റ് വിത്തിൻ എ ലിസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റിനെ വളർത്തുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, അതിനകത്ത് ഒരു സ്ട്രിങ് ഉണ്ട്. ഞാൻ ഇനി അങ്ങനെ വളർത്തുള്ളൂ, പൈത്തോണിക് വേയിലേ പറയുന്നുള്ളൂ. അതിനകത്തൊരു സ്ട്രിങ് ഉണ്ട്, അതിനകത്തൊരു ഇൻറ്റിജർ ഉണ്ട്, അതിനകത്തൊരു ബൂളിയൻ ഉണ്ട്, അതിനകത്തൊരു ഫ്ലോട്ട് ഉണ്ട്, അതിനകത്തൊരു ബൂളിയൻ വാല്യൂ ഉണ്ട്, കൂടാതെ അതിനകത്തൊരു ലിസ്റ്റ് ഉണ്ട്, മറ്റൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിസ്റ്റുകളുടെ എലമെൻറ്റ്സ്, ഇതിനെ എലമെൻറ്റ്സ് ആണ് വിളിക്കുന്നത്. ഓരോ എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു കോമ ഉണ്ടാവും. എന്ന് വെച്ചാൽ കോമ സെപ്പറേറ്റഡ് ആണ് എലമെൻറ്റ്സ് എല്ലാം. നമ്മൾ സാധാരണ എ കോമ ബി കോമ എന്ന് എഴുതുന്ന പോലെ അതിനെ എലമെൻറ്റ്സിന് വിളിക്കുന്നു. എലമെൻറ്റ്സിനെല്ലാം കോമ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലിസ്റ്റുകൾക്ക് ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടാവും. നമ്മളിപ്പോൾ പറയത്തില്ലേ, എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ എത്രാമത്തേന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. അത് IT നമ്മൾ ഇൻഡെക്സ് തുടങ്ങുന്ന എപ്പോഴും ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0. 0യ്ക്കൊരു വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 1 എന്നല്ല തുടങ്ങുന്നത്, 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 എന്ന് വെച്ചാൽ എത്ര കോമ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1, 2, 3, 4 കോമ ഉണ്ടെങ്കിൽ 5 എലമെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോമാസ് പ്ലസ് 1. അതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ പഠിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ഉണ്ടെന്നൊക്കെ എണ്ണൊക്കെ നമുക്ക് ചെയ്യാത്തില്ല. അതിന് വേറെ ഫങ്ഷൻസ് ഉണ്ട്, വേറെ കാര്യം. പക്ഷേ നമ്മൾ കോമൺ ലോജിക്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, പാരാമെട്രൈസ്ഡ് ആയിട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് എലമെൻറ്റ്സ് എന്ന് പറയണ്ട. അതിനകത്ത് അബുഹാരിസ് ഉണ്ട്, നമ്പർ 12 ഉണ്ട്, അങ്ങനെയല്ല വേണ്ടത്. എന്തൊക്കെ ടൈപ്പ് ഡേറ്റ ഉണ്ട്, എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും സെഗ്രിഗേഷൻസ്, അതിലെത്ര വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5 എലമെൻ്റ് ഉണ്ട്. അവസാനത്തെ എലമെൻറ്റ്, ലാസ്റ്റ് എലമെൻറ്റ് ഈസ് ഇൻ 4th ഇൻഡെക്സ് പൊസിഷൻ, അല്ലെങ്കിൽ പറയാം n-1 പൊസിഷൻ. ശരിയല്ലേ? കാരണം ഇൻഡെക്സ് പൊസിഷൻ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാനത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 തുടങ്ങിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ടോട്ടൽ നമ്പറിനെ 1ൽ നിന്ന് കുറച്ചാലാണ് അവസാനത്തതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? എലമെൻറ്റും ഇൻഡെക്സ് പൊസിഷനും രണ്ടാണ് കേട്ടോ. ആ ഒരു കോംപ്ലക്സ് ആക്കരുത് പ്ലീസ്. എന്ന് വെച്ചാൽ 5 എലമെൻ്റ് ഉണ്ട്, അഞ്ചാമത്തെ എലമെൻറ്റ് നിൽക്കുന്നത് 4ാമത്തെ ഇൻഡെക്സ് പൊസിഷനിലാണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞ റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ റീഡല്ല ചെയ്തത്, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനെ ജസ്റ്റ് വിളിച്ചത് മാത്രം. അപ്പോൾ ടു റീഡ് എൻ എലമെൻറ്റ്, അത് ഞാൻ പറയാനുള്ള വ്യത്യാസം മനസ്സിലാവും. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം എപ്പോഴും കേട്ടോ. ടു റീഡ് എൻ എലമെൻറ്റ് ഫ്രം എ ലിസ്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത്? സിൻടാക്സ് ഈസ് വെരി സിമ്പിൾ. സിൻടാക്സ് ഈസ്
നെയിം ഓഫ് ദി ലിസ്റ്റ്, ഞാൻ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നെയിം ഓഫ് ദി ലിസ്റ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ്സ്, അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇൻഡെക്സ് പൊസിഷൻ. ഇത്രയേ ഉള്ളൂ സിൻറ്റാക്സ്. ഇതിൻ്റെ കൂടുതൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട വരുന്നില്ല. സിൻറ്റാക്സ് സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറയുന്നു മൈ ലിസ്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ലിസ്റ്റിൻ്റെ പേര്. ഞാൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് കൊടുക്കുന്നു. എനിക്ക് വേണ്ടത് അബു ഹാരിസിനെയാണ്. അബു ഹാരിസ് എത്രാമത്തെ ഇൻഡെക്സിലാണ്? 0 ഇൻഡെക്സിലാണ്. സോ ഐ വിൽ ഗെറ്റ് അബു ഹാരിസ് ബാക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും അറിയാം 0-ലാണ്. എങ്ങനെയാകത്തെ അവസാനത്തെ എലമെൻറ്റ് എവിടെയായിരിക്കും? അത് കാണേണ്ടത് നെഗറ്റീവിലാണ്. -1 എന്ന് അടിച്ചാൽ റിവേഴ്സിൽ വരും. 0 ഫസ്റ്റ് ആണെങ്കിൽ -1 ലാസ്റ്റ് ആണ്. സോ വി വിൽ ഗെറ്റ് എ ലിസ്റ്റ് ബാക്ക്. അടുത്ത ലിസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടി. ശരി, ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലൈസിങ് എന്ന് പറഞ്ഞ ഫീച്ചർ. സ്പ്ലൈസിങ് സമയം കൂടി പോകുന്നു. 1 മണിക്കൂറിൽ തീർക്കാമെന്ന് പറഞ്ഞാലും പക്ഷേ ഈ പറഞ്ഞ ടാസ്കുകൾ കാണിക്കുമ്പോൾ ഞാൻ കുറച്ചൊരു സമയം എടുക്കും. എന്നാലേ മനസ്സിലാവത്തില്ല, ഞാൻ സമയം കൊണ്ട് തീർക്കാനൊരു മത്സരമല്ല നടത്തുന്നത്. മനസ്സിലായില്ല? സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് ഓഫ് എലമെൻറ്റ്സ് എടുക്കാം. ഇപ്പോൾ പറയാം, നമുക്ക് ആദ്യത്തെ 10 വരെ എടുക്കാം, അവസാനത്തെ 10 വരെ എടുക്കാം, അല്ലെങ്കിൽ നടുവിലത്തുള്ള 20 വരെ എടുക്കാം. ഒരു സെലക്ഷൻ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിൻറ്റാക്സ് സിമ്പിളാണ്. നെയിം ഓഫ് ദി ലിസ്റ്റ്, അതിനുശേഷം നമ്മൾ പറയുന്ന ബ്രാക്കറ്റ്സ്, കൊടുക്കുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ദി എലമെൻറ്റ് വിൽ ബി ഇൻക്ലൂഡഡ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകണം, ഹൗ യു നീഡ് എന്ന് വെച്ചാൽ ജമ്പ് ചെയ്യണോ അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ വരണോ, എങ്ങനെയാണ് വേണ്ടതെന്ന് സ്റ്റെപ്പിൽ പറഞ്ഞേക്കാം. സ്റ്റെപ്പ് പോലെ നിർബന്ധമൊന്നുമില്ല, സ്റ്റാർട്ടും സ്റ്റോപ്പും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു, എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു, അതെന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു പ്രിൻറ്റ്. അപ്പോൾ നമുക്ക് മറ്റേ നേരം തന്നെ ചെയ്യാം. അപ്പം സ്റ്റാർട്ട് സ്റ്റോപ്പിനെ എല്ലാം കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളൻ ഇട്ട് കൊടുക്കുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, സ്റ്റാർട്ടും സ്റ്റോപ്പെങ്കിലും മതി. അപ്പോൾ ഞാൻ പറയുന്നു 1 മുതൽ 3 വരെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് 12 തേർഡ് ഇൻഡെക്സ് 0, 1, 2, 3 തേർഡ് ഇൻഡെക്സിലുള്ളത് ട്രൂ ആണ്. അപ്പോൾ ഞാൻ പറയാണ് എനിക്ക് 1 മുതൽ 3 വരെയുള്ള ഇൻഡെക്സ് പൊസിഷനുള്ളത് വേണം എന്ന് പ്രിൻറ്റ് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. 12 കിട്ടി, 1.2 കിട്ടി, ഒരു ഫ്ലോട്ടും കിട്ടി, ഇൻഡിജറും കിട്ടി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 12 വേണം, എനിക്കിവിടെ വരെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നു സ്റ്റാർട്ട് പൊസിഷനിലുള്ളതിനെ എടുത്തു, 12 എടുത്തു, ഇവിടെ കിട്ടാം. എന്നാൽ സ്റ്റോപ്പ് പൊസിഷനിൽ പറഞ്ഞ തേർഡ് ഇൻഡെക്സിലുള്ള സാധനത്തിനെ കളയും. എന്ന് വെച്ചാൽ സ്റ്റോപ്പിൽ പറയുന്ന സാധനത്തിൽ എക്സ്ക്ലൂഡ് ചെയ്തു, സ്റ്റാർട്ടിൽ പറഞ്ഞതിനെ ഇൻക്ലൂഡ് ചെയ്തു. സോ യു ഗോട്ട് ദാറ്റ് ബാക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂവിനെയും കൂടെ വേണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തേർഡ് പൊസിഷനിലുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെ പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ 4th എലമെൻറ്റ് പറഞ്ഞു കൊടുത്താലേ നിങ്ങൾക്ക് തേർഡ് എലമെൻറ്റ് കിട്ടത്തുള്ളൂ. അതാണ് പറഞ്ഞ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും പറഞ്ഞത്. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ത് സ്റ്റെപ്പിലാണ് പോകേണ്ടത്. നമുക്ക് റിവേഴ്സ് സ്റ്റെപ്പിൽ പോകണോ അല്ല വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ വരും. സോറി, സിൻറ്റാക്സ് തെറ്റി. സ്റ്റെപ്പ് ബൈ 2 പറഞ്ഞു കൊടുക്കാം. 12 ട്രൂ എന്ന് വെച്ചാൽ 1.2 സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ് എടുത്തു എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ജമ്പ് എടുത്തിട്ട് പോകുന്ന രീതിയിലാണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ട് പൊസിഷൻ പറഞ്ഞില്ല, ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് സ്റ്റാർട്ട് പൊസിഷൻ എടുക്കും, 0 ഓട്ടോമാറ്റിക്കലി എടുക്കും. അപ്പോൾ നമ്മൾ അബു ഹാരിസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇത് സ്റ്റെപ്പ് 2 പോകാൻ പറഞ്ഞു. 4ാമത്തെ എലമെൻറ്റ് 0, 1, 2, 3 4ാമത്തെ എലമെൻറ്റ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ 1.2 നിൽക്കണം, അതിനിടയിലുള്ള 12നെ സ്കിപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് 5ാമത്തെ കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്ത് 1.2, അതിനുശേഷം എന്ത് 5ാമത്തെ എലമെൻറ്റ് 0, 1, 2, 3, 4 വരെ കിട്ടണമല്ലോ, 5 അല്ലേ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, സ്റ്റെപ്പ് വഴി പോയപ്പോൾ എന്ത് ചെയ്തു, 12നെ സ്കിപ്പ് ചെയ്തു, ട്രൂവിനെ സ്കിപ്പ് ചെയ്തു, പക്ഷേ 5ാമത്തെ എടുത്തു. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഞാൻ ഇങ്ങനെ കൊടുത്ത് നോക്കട്ടെ.
0 മുതൽ 5 വരെയുള്ള, അപ്പോൾ നാലാമത്തെ 0 1 2 3 4. ഓക്കെ, സോറി, ഇത് ഫോർത്ത് എലമെൻ്റ് ആയിരുന്നു, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനിയൊരു എലമെൻ്റ് കൂടെ വന്നാൽ ചിലപ്പോൾ അല്ല സ്കിപ്പ് ചെയ്യും, കാരണം ലാസ്റ്റത്തെ എലമെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്യാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നെഗറ്റീവ് സൈഡ് റിവേഴ്സിൽ വരണമെങ്കിൽ -1 കണ്ടെത്തുന്നില്ല, സിൻറ്റാക്സ് ഫോർമുല ഇത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. സോറി, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. -1 അതായത് റിവേഴ്സ് ഓർഡറിൽ നേരത്തെ 0 പറഞ്ഞു, പക്ഷേ ഇത് തിരിച്ച് വരികയാണെങ്കിൽ റിവേഴ്സിൽ വരും. റിവേഴ്സ് പൊസിഷനിൽ 0 അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഫോർമുല. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം. സിൻറ്റാക്സ് സ്പ്ലൈസിങ് സോറി, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കൊടുക്കണം, എന്നാലേ അതിൻ്റെ സ്പ്ലൈസിങ് കിട്ടത്തുള്ളൂ. അതായത് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, ഇനി വരുന്നത് റിവേഴ്സ് ഓർഡറിൽ വരണം എന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് എൻ്റെ റിവേഴ്സ് സിൻറ്റാക്സ്. എന്നുവെച്ചാൽ ബിസിനെ നേരെ തിരിച്ചിട്ടു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? CRUD ഓപ്പറേഷൻ്റെ റീഡും കഴിഞ്ഞു, CRും കഴിഞ്ഞു. ഇനി വേണ്ടത് അപ്ഡേറ്റ് ആണ്. ഇനി വേണ്ടത് എനിക്ക് എന്ത് ചെയ്യും? അബു ഹാരിസിനെ മാറ്റി എനിക്ക് വേറൊരാളെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ എന്ന് വെച്ചാൽ അബു ഹാരിസിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ പറയാണ് നെയിം ഓഫ് ദി ലിസ്റ്റ്, മൈ ലിസ്റ്റ്. അതിനകത്ത് എന്താണ്? ഇൻഡെക്സ് പൊസിഷൻ 0യിലുള്ള ആളെ എനിക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്തിട്ട് പറയണം അയാളുടെ പേര് ഹാരിസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇനി ഞാൻ പ്രിൻ്റ് ചെയ്യാണ് 0th പൊസിഷനിൽ, അല്ലെങ്കിൽ മൊത്തം ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. ഒരു സ്പെസിഫിക് ഇൻഡെക്സ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അബു ഹാരിസിനെ മാറ്റിയുടെ ഹാരിസ് ആക്കി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഇക്വേഷൻ, ഇതിനാണ് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ 0th എലമെൻറ്റിനെ അസൈൻ ചെയ്ത് വേറൊരു വാല്യൂ ആയിട്ട് മാറ്റി. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഹാരിസായിട്ട് റീപ്ലേസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്, അപ്പം നമ്മൾ എന്ത് അപ്ഡേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഡിലീഷനാണ്.